നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ബൈ വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചത് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് വെച്ചിട്ടാണ്. ഇനി അടുത്തത് സൊല്യൂഷൻ ബൈ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. ഇതിൽ നമ്മൾ YP എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് തന്നേക്കുകയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്താൽ മതി. YP ഈക്വൽ ടു y1 ഇൻറ്റു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ y ടു r എന്ന് പറയുന്നത് നമ്മുടെ r ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ തരുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് r ഇൻ w ഡിവൈഡഡ് ബൈ w എന്ന് പറയുന്നതാണ് റോൺസ്കിയൻ എന്ന് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഇൻറ്റു ഡി എക്സ് പ്ലസ് y2 ഇൻറ്റു ഇൻ്റഗ്രൽ y1 r ഡിവൈഡഡ് ബൈ w ഡി എക്സ്. ഈ റോൺസ്കിയൻ ഓഫ് ടു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ y1 y2 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനുകളുടെ ഹോമോജീനിയസ് പാർട്ട് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് റൂട്ടുകളാണ് y1 കിട്ടുന്ന രണ്ട് സൊല്യൂഷൻസ് ആണ് y1 y2 എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. y1 y2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റോൺസ്കിയൻ കാണുന്നത് w ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് റോൺസ്കിയൻ ഒരു രണ്ട് ഫംഗ്ഷൻ്റെ റോൺസ്കിയൻ കിട്ടുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് YP, എന്നിട്ട് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് YP കിട്ടും. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിലെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. സോൾവ് യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു സീക്ക് എക്സ്. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം y ഈക്വൽ ടു YC പ്ലസ് YP ആണ്. YC കാണാൻ നമുക്കറിയാം ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷനാണ്. സോ YC ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് 1. ദാറ്റ് മീൻസ് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ലാംഡ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. സോ ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i. ഇത് കോംപ്ലക്സ് റൂട്ടാണ്. സോ നമ്മുടെ YC എന്ന് പറയുന്നത് e റേസ് ടു ആൽഫ എക്സ് പ്ലസ് C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ് ആയിരിക്കും. സോ ആൽഫ ടേം 0 ആയത് കാരണം C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ് ആണ് നമ്മുടെ YC എന്ന് പറയുന്നത്. ഇതിൽ y1 എന്ന് പറയുന്നത് ഇത് നമ്മുടെ YCയുടെ ടേം നമ്മൾ എടുത്തിരുന്ന കോമൺ ഫോം എന്ന് പറയുന്നത് എന്താണ്, C1 y1 പ്ലസ് C2 y2 എന്നാണ് അതിൻ്റെ ജനറൽ ഫോം. സോ y1 ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്, y2 ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് y1ഉം y2ഉം കിട്ടി. സോ നമുക്ക് റോൺസ്കിയൻ കണ്ടുപിടിക്കാം. അടുത്തത് റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇക്വേഷൻ ഓൾറെഡി നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, റോൺസ്കിയൻ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. ഇനി നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമുക്ക് എല്ലാ ടേമും അറിയാം. പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് y1 ഇൻ്റഗ്രൽ y2 r ഓഫ് എക്സ്. ഇവിടെ r ഓഫ് എക്സ് എന്ന് പറയുന്ന ടേം ഇവിടെ ക്വസ്റ്റ്യനിൽ r ഓഫ് എക്സ് സീക്ക് എക്സ് ആണ്. y1ഉം y2 നമുക്കറിയാം, y1 കോസ് എക്സ് y2 സൈൻ എക്സ് ഡിവൈഡ് ബൈ w നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻറ്റു ഡി എക്സ് പ്ലസ് y2 ഇൻറ്റു ഇൻ്റഗ്രൽ y1 ആർ എക്സ് ബൈ w ഡി എക്സ്. ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ വാല്യൂസ് എല്ലാം നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു, അത്രേ ചെയ്യാനുള്ളൂ. സോ സൈൻ എക്സ് സീക്ക് എക്സ് എന്ന് പറയുന്ന ടേം നമുക്കറിയാം 1 ബൈ കോസ് എക്സ്. സോ 1 ബൈ കോസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇവിടെ y2 എന്ന് പറയുന്നത് സൈൻ എക്സ്, y1 കോസ് എക്സ്, ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ്. ഇവിടെയും സീക്ക് എക്സ് നമ്മൾ 1 ബൈ കോസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ കോസ് എക്സും ഈ കോസ് എക്സും കൂടി ക്യാൻസൽ ആയി പോകും. സോ ഇവിടെ 1 ഡി എക്സ് എന്ന് പറയും, സൈൻ എക്സ് ഇൻറ്റു 1 ഡി എക്സ് കിട്ടും. ഇവിടെ സൈൻ ബൈ കോസ് ആണ് വരിക, ടാൻ. സോ മൈനസ് കോസ് എക്സ് ഇൻ്റഗ്രൽ ടാൻ എന്ന് പറയുന്നത് മൈനസ് ln കോസ് എക്സ് ആണ്, പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എക്സ്. 1ൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എക്സ്. അപ്പോൾ നെക്സ്റ്റ് YP ഈക്വൽ ടു നമ്മൾ ജസ്റ്റ് എടുത്തെഴുതുകയാണ്, മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവായി മാറും. സോ കോസ് എക്സ് ln കോസ് എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ് ആണ് നമ്മുടെ YP എന്ന് പറയുന്നത്. സോ ടോട്ടൽ സൊല്യൂഷൻ y ഈക്വൽ ടു YC പ്ലസ് YP. YC ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ് പ്ലസ് YP. ഇതാണ് നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻ. YP ഇതിൽ ഇൻ്റഗ്രൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഡയറക്റ്റ് ഒരു ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു, ഓരോ ടേമിൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത് ജസ്റ്റ് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ YP കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്.